എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ബിരിയാണി ആയിട്ടാണ്. അപ്പം ഇന്നത്തെ ബിരിയാണി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് വെച്ചുള്ള ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ, ബീഫ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാല തയ്യാറാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് നമ്മുടെ സവാള, അപ്പോൾ മീഡിയം സൈസ് സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. അതുപോലെ സവാളയുടെ എണ്ണം നമ്മുടെ ബീഫിൻ്റെ അളവിനനുസരിച്ച് വേണം കൂട്ടാൻ വേണ്ടി. ഞാനിപ്പോൾ 750 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ 2 മീഡിയം സൈസ് സവാള ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് ചെറിയൊരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച്, എരിവിച്ച് കൂടിയേ നിൽക്കേണ്ടതുകൊണ്ട് ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത് ഇതേപോലെ ചരിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിപ്പഴം, അത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത്, മെയിനായിട്ട് വേണ്ട ബീഫാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ബീഫാണ്. ഇത് ഏകദേശം ഒരു 750 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ മീഡിയം സൈസായിട്ടുള്ള ഒരു പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. ഞാനപ്പം ഒരു മീഡിയം സൈസ് പീസിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബീഫ് വെച്ചുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിന് ഞാനിവിടെ കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുക്കറിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, അല്ലാത്ത വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നെയ്യായാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ബീഫിനകത്ത് നല്ല നെയ്യ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയല്ല നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഞാൻ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ടും ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കണ്ടില്ല, ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി, അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതും അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ ഈ സമയത്ത് ഒന്ന് സിമ്മിലാക്കി വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് കരിയും. അതുകൊണ്ട് നമുക്ക് തീ ഈ സമയത്ത് സിമ്മിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണം നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. എൻ്റെ തീ അറിയാണ്ട് ഇച്ചിരി ഒന്ന് കൂടിപ്പോയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കരിയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോഴും തീയെ സിമ്മിൽ വെച്ചിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അതെടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതുകൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിപ്പഴവും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അല്ലേ, ആ തക്കാളിപ്പഴത്തിൽ നിന്ന് വന്ന വെള്ളമൊക്കെയാണ് കാണുന്നത്. അതൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. തീ എപ്പോഴും സിമ്മിലായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. ബീഫിൻ്റെ ഏറ്റവും ടേസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ കുരുമുളക് പൊടിയുടെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മസാല തയ്യാറാക്കുമ്പോൾ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ, അത് നിങ്ങളുടെ ആ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ബീഫാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ ഉപ്പൊന്ന് ചെക്ക് ചെയ്തേണേ. കാരണം നമ്മൾ സവാള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പിട്ടതിന് ശേഷമാണ് സവാള വഴറ്റിയിരുന്നത്. അപ്പം നമ്മുടെ മസാലയ്ക്കകത്ത് കുറച്ച് ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ ബീഫ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഉപ്പിനനുസരിച്ച് വേണമല്ലോ നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാവൂ.
എന്തായാലും നമ്മൾ ബീഫ് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം. കാരണം ബീഫിൻ്റെ കഷ്ണത്തിൽ കൂടെ നമുക്ക് ആ ഉപ്പ് കിട്ടണമല്ലോ, അതിന് വേണ്ടി. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ആ മസാല ബീഫിനകത്തെല്ലാം നല്ലതുപോലെ കിട്ടത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി അടിച്ചേർത്ത് തന്നെ ഇളക്കണേ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ, അത് ആ ബീഫിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ബീഫ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ട് നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 വിസിൽ ഞാൻ അടുപ്പിച്ചുള്ളൂ. കാരണം ഇത് ഓസ്ട്രേലിയൻ ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ നാട്ടിലെ ബീഫ് പോലെയല്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ബീഫിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ആ വെള്ളമാണ് കാണുന്നത്. അതാണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഒരു 4 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം വിസിലിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി. ഇപ്പം നന്നായിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് കുറച്ച് പുതിനയിലയും അതേപോലെ തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മസാല തയ്യാറാക്കുന്ന സമയത്ത് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്തിരുന്നില്ല. സാധാരണ നമ്മൾ എപ്പോഴും ബിരിയാണി തയ്യാറാക്കുന്ന മസാലയുടെ കൂട്ടത്തിൽ പുതിനയിലയും മല്ലിയിലയും ആദ്യമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബീഫ് വെന്തതിന് ശേഷം കണ്ടില്ലേ, ഇനിയാണ് നമ്മൾ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള വെള്ളം, അതിനകത്ത് കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടെ കിടന്ന് ഈ പുതിനയിലയും മല്ലിയിലയും നന്നായിട്ട് വെന്ത് ആ വെള്ളം നന്നായിട്ട് വറ്റി വരും. അപ്പോഴാണ് നല്ലൊരു മണവും ആ ബീഫിൻ്റെ ആ മണവും അതുപോലെ തന്നെ ആ പുതിനയിലയും മല്ലിയിലയും കൂടെ വരുമ്പോഴത്തേക്ക് ആ ബിരിയാണിയുടെ ഒരു ആ സ്മെല്ല് വരുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. എന്നിട്ട് നമുക്ക് ഇത് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളവും നന്നായിട്ട് വറ്റി കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, നമ്മുടെ പുതിനയിലെ മല്ലിയിലേക്ക് നന്നായിട്ട് വെന്തു. നമ്മുടെ ആ വെള്ളം ഉണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നുള്ളേ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വേണമെങ്കിലും, അതായത് ഈ ഒരു കുക്കറിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ മസാല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തയ്യാറാക്കിയാലും ഈ പാത്രത്തിൽ തന്നെ തയ്യാറാക്കിയാലും മതി. പക്ഷേ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലാണ് നമ്മുടെ ചോറ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് നന്നായിട്ട് ഉരുകി. ഇപ്പം നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പു, ഒരു 3-4 അല്ലി ഗ്രാമ്പു, പിന്നെ 2 ചെറിയ പീസ് കറുകാപ്പട്ട. പിന്നെ വേണ്ടത് ഏലക്കയാണ്, ഒരു 3 എണ്ണം ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, ഒരെണ്ണം മതിയായിട്ട്, ഒരു ബേ ലീവ്സിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് പെരിഞ്ചീരകം. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്പൈസസ് ആയിട്ട്. അപ്പോൾ നമുക്കിത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഈ സ്പൈസസ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചൂടായതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. ഞാൻ ഓൾറെഡി തന്നെ നന്നായിട്ട് കഴുകി കുറച്ച് നേരം നമ്മുടെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്ത് വെച്ച അരിയാണിത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക്, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന പോലെയാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് അരി ആകുമ്പോൾ 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ 1.5 ഗ്ലാസ് പ്ലസ് 1.5 ഗ്ലാസ് ആകുമ്പോൾ 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അരി ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ നെയ്ക്കകത്ത് തന്നെ കിടന്ന് നമ്മുടെ അരി ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതായത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. വലുതായിട്ടൊന്ന് വറക്കണ്ട, ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ആ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കായി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അരി വറക്കുന്ന സമയത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു നാരങ്ങ നീരൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വെന്ത് വരുമ്പോൾ ഈ അരി തമ്മിൽ കൂട്ടി ഇങ്ങനെ യോജിച്ച് കിടക്കത്തില്ല. അപ്പോൾ നമ്മൾ വേവിച്ച് കഴിക്കുന്ന സമയത്ത് ശരിക്കും നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ നാരങ്ങ നീരൂടെ നമ്മൾ ഈ അരിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അരി. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായിട്ട് മൂത്ത് കിട്ടും.
പിന്നെ നമ്മൾ നാരങ്ങനീരും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം വെച്ച് 3 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഇപ്പോൾ ഒരു 3 അല്ല 4 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതേപോലെ തന്നെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. കണ്ടില്ലേ, ഒട്ടും തന്നെ നമ്മുടെ ചോറ് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. കാരണം നമ്മളിതിനകത്തേക്ക് നെയ്യും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വറുത്തെടുത്ത ആ സാധനങ്ങളും അന്നേരം ഒഴിച്ചു കൊടുത്ത ആ നെയ്യ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്നും നമ്മൾ നെയ്യൊന്നും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി ഇടണം. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിനകത്താണല്ലോ നമ്മുടെ ബീഫിൻ്റെ മസാല തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഒരു പകുതി പോർഷൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ തന്നെ ഇട്ടാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ കുക്കറിൽ തന്നെ ചെയ്യുവാണെങ്കിൽ ആ ബീഫിൻ്റെ ആ മസാല ഓൾറെഡി നമ്മൾ അതിനകത്ത് ഉണ്ടാക്കിയത് കാരണം ആ ടേസ്റ്റ് അതിനകത്ത് കാണുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ പകുതി പോർഷൻ ഞാൻ എടുത്ത് മാറ്റി ബാക്കിയുള്ള നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യം ഒരു മസാല, പിന്നെ ചോറിൻ്റെ ലെയർ, വീണ്ടും മസാല, പിന്നെ ചോറിൻ്റെ ലെയർ, അങ്ങനെയാണ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് കുറച്ച് ബീഫ് മസാലയും കുറച്ച് ചോറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2 ലെയറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മൾ ചോറ് ഉണ്ടാക്കിയ സമയത്ത് തൊട്ട് തന്നെ നെയ്യ് ചേർക്കാണ്ട് തന്നെയാണ് നമ്മൾ ചോറ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ 1 ടീസ്പൂൺ നെയ്യ് ഇതിന് മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന വിധത്തിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഒഴിക്കാനുള്ളത് നാരങ്ങ നീരാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ചെറുനാരങ്ങ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാഫ് പോർഷനാണ് അരി വറക്കാൻ നേരത്ത് ഒഴിച്ചു കൊടുത്തിരുന്നത്. ബാലൻസ് ഉള്ള ചെറുനാരങ്ങയുടെ ബാക്കിയുള്ള പോർഷൻ നീരാണത്. അത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ നമ്മുടെ സവാള ഇതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വേറെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒരു ചെറിയൊരു ലെയർ കൂടെ ചോറ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീഫിൻ്റെ മസാല ഇടാം, വീണ്ടും ചോറ്, അങ്ങനെ നമുക്ക് ലെയറായിട്ട് നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ആ മണമൊക്കെ നമ്മുടെ ചോറിനകത്തേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് ചോറിട്ടിട്ട് വീണ്ടും ബീഫിൻ്റെ മസാല, വീണ്ടും ചോറ്, അങ്ങനെ നമുക്ക് ലെയർ ചെയ്ത് നമുക്ക് ദം ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറിലും നമുക്ക് ബാലൻസ് ഉള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മൾ സവാളയും ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ തന്നെ നന്നായിട്ട് ദമ്മായി വരികയും ചെയ്യും. ജസ്റ്റ് അതായത് വിസിൽ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ദം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വെയിറ്റ് അങ്ങ് മാറ്റാം, എന്നിട്ട് ചെയ്താലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇട്ടാലും കുഴപ്പമില്ല. അപ്പം അധികം അങ്ങ് വേണ്ട, ജസ്റ്റ് 1 അല്ല 2 മിനിറ്റിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. നന്നായിട്ട് ആ ആവി കയറിയിട്ട് നന്നായിട്ട് ദമ്മായിട്ട് വരികയും ചെയ്യും. ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തുറന്നു നോക്കാവൂ. ഇതങ്ങനെ കുക്കർ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയതാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട ചോറൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബിരിയാണി നന്നായിട്ടൊന്ന് ഇളക്കിയപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മസാല എല്ലായിടത്തും കുഴഞ്ഞിരിക്കേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾക്ക് മസാല ഇതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയായിരിക്കും. ശരിക്കും നമ്മുടെ ചോറ് നന്നായിട്ട് ഇളക്കുമ്പോഴാണ് ആ ബിരിയാണിയുടെ മസാല എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ചോറിലേക്ക് കിട്ടത്തേ ഉള്ളൂ.
എന്നാലേ നല്ല ടേസ്റ്റും വരത്തുള്ളൂ. അതല്ല നിങ്ങൾക്ക് വെളുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇളക്കുന്ന സമയത്ത് അങ്ങ് സ്പൂണിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കണ്ട. ജസ്റ്റ് ആ കുക്കർ ഒന്ന് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ മസാല എല്ലാ ഭാഗത്തേക്കും കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ബീഫ് ബിരിയാണി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.